നമസ്കാരം. ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനും കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ് ചെയ്തോളൂ. ഓക്കെ. ഇന്നത്തെ വിഷയം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു ചോദ്യം അതിൽ കണ്ടില്ലേ, തമ്പനയിൽ എന്തായിരുന്നു ഉത്തരം കിട്ടിയ? നിങ്ങൾക്കതുണ്ടോ? ബലമുണ്ടോ? ബലമുണ്ടെങ്കിലേ കാര്യമുള്ളൂ. ബലമുള്ളവർ വിലയും നിലയൊക്കെ ഉണ്ടായിട്ട് നിലനിന്ന് പോകും. അല്ലാത്തവർ ആർക്കും വേണ്ടാത്ത ചണ്ടി പോലെ മാറും. എവിടെയും ഒരു വിലയൊന്നും ഉണ്ടാവില്ല. അപ്പം എന്ത് വേണം? ബലമുണ്ടാക്കണം. ബലമുണ്ടെങ്കിൽ അത് നിലനിർത്തണം. ഓക്കെ. ബലം വേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളാണ്. നല്ല കാറ്റൊക്കെ വരുന്നുണ്ടല്ലേ, നല്ല തണുപ്പുള്ള കാറ്റ്. നല്ലൊരു ലൊക്കേഷനിലാണ്. തൽക്കാലം അടച്ചിട്ടേക്കാം, അതാണ് നല്ലത്. അല്ലെങ്കിൽ സൗണ്ടൊക്കെ കയറി വരും. അപ്പോൾ വിഷയത്തേക്ക് വരാം. എന്ത് ബലത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോണതെന്ന് അവൻ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും, അപ്പോൾ കാര്യം പിടി കിട്ടും. കുറേ ആളുകൾക്കൊക്കെ അറിയാം, ചില ആളുകൾ ആകാംക്ഷയിലിരിക്കുകയും അല്ലേ? എന്ത് കാര്യത്തിലും ബലം വേണം. ബലമില്ലെങ്കിൽ, പല്ലിന് ബലമില്ലെങ്കിൽ കടിച്ചും കുറച്ച് തിന്നാൻ പറ്റില്ല. എല്ലിന് ബലമില്ലെങ്കിൽ ഭാരപ്പെട്ടത് എടുക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ പൊട്ടും. അതുപോലെ നമ്മുടെ ഓരോ പ്രവൃത്തികൾക്കും അതിൻ്റെതായ പർപ്പസ് കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ബലം വേണം. പല ആളുകളും ജീവിതത്തിൽ എവിടെ എത്താത്തതിൻ്റെ കാരണം പലരുടെ കുറ്റപ്പെടുത്തലും തളർത്തലും ഒന്നും അതിജീവിക്കാൻ പറ്റാത്തതൊക്കെ ഒരു ബലം ഇല്ലാത്തതുകൊണ്ടാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബലം. അതിന് ബലം ഉണ്ടായ ബാക്കി പിന്നെ എല്ലാം ബലപ്പെടുത്താൻ നമുക്ക് സ്വയം പറ്റും. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. ആരെന്ത് പറഞ്ഞാൽ തൊട്ടവാടിയെ പോലെ വാടി എന്താ പറയുക, അതേ അവസ്ഥയിൽ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. നമ്മുടെ ഇപ്പോൾ പൊതുവായിട്ട് സമൂഹം എന്തൊരു കാര്യം പുതിയതായിട്ട് ഒരാൾ ചെയ്യാൻ നിന്നാലും അതിനെ എതിർക്കുക, അതിൻ്റെ നെഗറ്റീവ് കാര്യങ്ങളെ മാത്രം കുറിച്ചല്ല, നെഗറ്റീവിനെ മാത്രം പൊക്കിക്കൊണ്ടെന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കുക. എങ്ങനെ അവർ രക്ഷപ്പെട്ടു പോയാലോ അല്ലേ? അപ്പം തടസ്സങ്ങൾ നിൽക്കാനും തടസ്സപ്പെടുത്താനൊക്കെ ആളുകൾ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മളെ ബലപ്പെടുത്താനും നമ്മളെ വളർത്താനൊക്കെ അപൂർവം ആളുകൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ അല്ലേ? ആലോചിച്ച് നോക്കിയേ. ജീവിതത്തിൻ്റെ പിന്നിട്ട വഴികളിലൂടെയൊക്കെ പോകുമ്പോൾ ഒന്ന് ആ ചിന്തകളെ വായിച്ചാൽ മതി, അപ്പം മനസ്സിലാവും. നമ്മൾ അംഗനവാടി കൊണ്ട് ചേർത്തു, അത് കഴിഞ്ഞ് സ്കൂളുകളിൽ ചേർത്തു, പിന്നെ കോളേജുകളിലേക്ക് പോയി. അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? അവിടെ നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വളർത്താനുള്ള ആളുകൾ, ടീച്ചേഴ്സായാലും ബന്ധപ്പെട്ട ആളുകളും അവരുടെ ഉത്തരവാദിത്തം അതാണ്. അപ്പോൾ കുറവുകളെ നോക്കാതെ അവർ വളർത്താനുള്ള കാര്യങ്ങൾ ചെയ്തു തരും. മനസ്സിലായില്ല? നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു ചെടി നട്ടിട്ടുണ്ട്, പടർന്നു പോണ ചെടിയാണ്, അല്ലെങ്കിൽ ഒരു പൂവുണ്ടാവുന്ന ഒരു ചെടി. പക്ഷെ ആ തണ്ട് അത്ര ഉറപ്പുള്ളതൊന്നുമല്ല. ഇലകൾ കൂടുതൽ വരുമ്പോൾ അതിങ്ങനെ വളഞ്ഞു പോകും. അതിന് നമ്മളൊരു വടി അല്ലെങ്കിൽ കുറ്റിയടിച്ച് കെട്ടി കൊടുത്ത് നോക്കി, അതവിടെ ഉറച്ച് നിൽക്കും. അതിൻ്റെ വളർച്ച കൂടില്ലേ? ഇതുപോലെ പല ആളുകൾക്കും അതുപോലെ അവരെ തളർച്ചകളിൽ സപ്പോർട്ടാവാനും വളമിട്ട് പോസിറ്റീവാക്കി കൊണ്ടുപോകാനൊന്നും ആൾക്കാരുണ്ടാവില്ല. അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ തളർന്ന് വാടിക്കരിഞ്ഞ് ആർക്കും വേണ്ടാത്ത ജന്മങ്ങളായിട്ടൊക്കെ മാറുന്നത്. എന്ത് ബലത്തെക്കുറിച്ചാണ് പറയണമെന്ന് മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് കൃത്യമായി പറഞ്ഞുതരാം. മനോബലം, നമ്മുടെ മനസ്സില്ലേ, മനസ്സിൻ്റെ ആ ബലമാണ് ഉണ്ടാവേണ്ടത്. അതുണ്ടെങ്കിൽ എന്ത് പ്രശ്നത്തെ നമുക്ക് അതിജീവിക്കാം. അത് വന്നു കഴിഞ്ഞാൽ സമാധാനം, സന്തോഷം, ഹെൽത്തും വെൽത്തും എൻജോയ്മെൻ്റുള്ള ലൈഫും ഒക്കെ വരും. ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും നമ്മുടെ കണ്ടന്റ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് ഈ മനോബലം. എന്തൊരു കാര്യം ചെയ്യാൻ നിൽക്കുമ്പോഴുള്ള പേടി,
എന്ന് വെച്ചാലേ അക്കരയ്ക്കാണ് പോകേണ്ടത്. അക്കരെ പോയാൽ നല്ല നല്ല കാര്യങ്ങൾ കിട്ടുമെന്ന് നമുക്കറിയാം. പക്ഷേ പാലത്തമ്മ കയറാൻ പേടിയാ. ഇത് പൊട്ടി വീണാലോ, ആ സമയത്ത് തന്നെ ഭൂമികുലുക്കം വന്നെങ്കിലോ, ആ സമയത്ത് ഞാൻ മലയിൽ നിന്ന് വെള്ളം ഒഴുകി വന്നെങ്കിലോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പ്രശ്നങ്ങൾക്ക് മാത്രം, ഇതിനപ്പുറം കിട്ടുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചോ അത് എൻജോയ് ചെയ്യുന്നതിനെ കുറിച്ചോ ഇതിൽ മുന്നേ പോയിട്ടുള്ള ആളുകൾ അത് ചെയ്ത് നേടിയിട്ടുള്ളതിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കില്ല. സ്വയം ചിന്തിക്കാൻ പറ്റാത്ത ആളുകളെ ചിന്തിപ്പിക്കാത്ത തരത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള കുറെ ഇതുപോലെയുള്ള നെഗറ്റീവ് ചിന്താഗതിയുള്ള ഒരു മനോബലം ഇല്ലാത്ത കുറെ ആളുകൾ കൂട്ടം കൂടിയിട്ട് എന്ത് ചെയ്യും? ഇല്ലായ്മ ചെയ്യും. എപ്പോഴും നല്ല മനോബലമൊക്കെ ഉള്ള ആളുകളായി മാറുക, പോസിറ്റീവായിട്ടുള്ള ആളുകളായിട്ടുള്ള ഒരു കൂട്ടുകെട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ചന്ദനം ചാരിയ ചന്ദനം മണക്കും എന്നുള്ള ആ ചിന്തയിലേക്ക്, ആ ഒരു തോട്ടിലേക്ക് വന്നാൽ നല്ലതാണ്. ചില സ്ഥലങ്ങളിൽ നമുക്കൊന്ന് ചിന്തിച്ചിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുവരും. യാത്രയിൽ ഇപ്പോൾ വാഹനമൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഇന്ന് തന്നെ ഒരു കയറ്റത്ത് വന്നപ്പോൾ ഫ്രണ്ടിൽ ഒരു ഓട്ടോ സ്റ്റക്കായി നിൽക്കുക. വണ്ടി എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് വീതി കുറഞ്ഞ നല്ല കുത്തനുള്ളൊരു കയറ്റം. ഉണ്ടായ സംഭവമാണ്, കഥയല്ല, അനുഭവമാണ് ഇന്നത്തെ തന്നെ. അപ്പോൾ ആൾക്ക് വണ്ടി ബാക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ തൊട്ട് ബാക്കിൽ വണ്ടിയുള്ളതുകൊണ്ട് നമുക്കൊന്ന് ചവിട്ടി നിർത്തേണ്ടി വന്നു. കാറ് കുറച്ച് ബാക്കിലേക്ക് ഇറക്കി നിർത്തി. അപ്പോൾ അയാൾ ഒന്നുകൂടി ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കി തന്നു. കഷ്ടപ്പെട്ടായാലും അതിനെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോന്നു. അപ്പോൾ ചില സ്ഥലത്ത് നമുക്ക് സ്റ്റക്ക് ആവേണ്ടി വരും. പക്ഷെ നമുക്ക് മുന്നോട്ടാണ് പോകേണ്ടത്. ആ സമയത്ത് ഇപ്പോൾ പുതിയ ആളുകളാണ്, ഇപ്പോൾ ലൈസൻസ് കിട്ടിയ ആളുകളൊക്കെ ആണെങ്കിൽ ബബ്ബയാവും. കാരണം കയറ്റത്ത് വണ്ടി കാറായാലും എടുത്തു പോകാൻ പാടാണ്. ചില വണ്ടിക്ക് ഗിയറുള്ള വണ്ടി ആകുമ്പോൾ ക്ലച്ച് പ്രാക്ടീസ് ഇല്ലാത്ത ആളുകളെ ബുദ്ധിമുട്ടിക്കും, റിവേഴ്സ് വരും. ചില വണ്ടിക്ക് ഓട്ടോമാറ്റിക് ആണെങ്കിലും ഒരു പോയിന്റൊക്കെ ബാക്കിലേക്ക് ഇറങ്ങിയിട്ടേ കയറുള്ളൂ. അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട് പലതും. ചിലത് ഹിൽ ഹോൾഡറുള്ള പുതിയ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അതിലുപരി ആ വ്യക്തി, ആ ഓട്ടോ ഡ്രൈവറുടെ മനോബലം, അയാൾ പേടിക്കാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി. ചിലപ്പോൾ അയാൾക്കിന് ആ ഇറക്കം ഫുള്ളായിട്ട് ഒരു 1/2 കിലോമീറ്റർ താഴോട്ട് ഇറക്കി കൊണ്ടുവരും, റിവേഴ്സ് കൊണ്ടുവരും, ഉരുട്ടി കൊണ്ടുവരും. ഒരു പക്ഷേ ചിലപ്പോൾ പെട്രോൾ തീർന്നിട്ട് നിൽക്കണതാവാം, അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും എഞ്ചിൻ പ്രോബ്ലം ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കേബിൾ പൊട്ടിയതാവാം, പലതരത്തിലാവാം. അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങളെയും ഫേസ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവുക. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിന് മനോബലം വേണം. എന്തെങ്കിലും അത് കിട്ടുമ്പോഴത്തേനും ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും തളർന്നു പോകുന്ന ആളുകൾ, തളരാനൊരു ഒരുപാട് കാരണങ്ങളാണ്. പ്രാർത്ഥിക്കാൻ ഒരുപാട് കാരണങ്ങൾ എന്ന് പറഞ്ഞ പരസ്യമുള്ള പോലെ തളരാനും നിർത്താനും ചെയ്യാതിരിക്കാനും ഒക്കെ ഒരുപാട് കാരണങ്ങളാണ്. തുടങ്ങാനും പ്രവർത്തിക്കാനും വിജയിക്കാനും അവനവന് രക്ഷപ്പെടണം എന്നുള്ള ആ ഒരു ചിന്തയും ഒരു കാരണമേ വേണ്ടു, ഏത് മേഖല ആയിക്കോട്ടെ. അപ്പോൾ ഈ മനോബലം എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റാണ്. അതില്ലാത്ത ആളുകളെ ആശ്രയിച്ച് നിൽക്കുന്ന അവരെ ബന്ധുമിത്രാദികൾ, അതുപോലെ ബന്ധപ്പെട്ട ആളുകൾ, അവരുടെ അവസ്ഥയും വളരെ പരിതാപകരമായിരിക്കും. ഡ്രൈവറില്ലാത്ത ബസ് പോലെ ഇരിക്കും. വാളെടുത്തവരൊക്കെ വിളിച്ചപ്പോടെ ആകെ ബഹളം, ആകെ പ്രശ്നവും എല്ലായിടത്തും. അപ്പോൾ കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ, വേണ്ടത് വേണ്ട പോലെ ചെയ്യാനൊക്കെ ഒരു മനോബലം ആവശ്യമാണ്. ആ ബലത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ആ ധൈര്യമുള്ള ആളുകൾക്ക് എന്തും പ്രശ്നങ്ങളും സിമ്പിളാണ്. സാമ്പത്തികമായ പ്രശ്നങ്ങളും ലൈഫിൽ വരുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റിയെടുക്കാൻ സിമ്പിളായിട്ട് പറ്റും. അപ്പോൾ മനോബലം വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അത് എവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കണം, എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ ഓരോരുത്തരും സ്വയം ചിന്തിക്കുക. അല്ലേ? മനോബലം വേണ്ട കാര്യമല്ലേ? അതിനെക്കുറിച്ച് ഡൗട്ടുള്ള ആളുകളുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കും. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്തോളൂ, കൂടെ കൂടിക്കോളൂ. ഒരുപാട് കണ്ടന്റുകളുടെ വീഡിയോസ് ചാനലിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്തായാലും മനോബലം അതുണ്ടായാൽ ബെറ്ററാണ്. ഇല്ലാണ്ടായാലോ വളരെ പരിതാപകരമാണ് അവസ്ഥ. അപ്പോൾ മനോബലം ഉണ്ടാവട്ടെ.